Moving to the next problem in the analysis of frames by kinematic method in plastic analysis, determine the collapse load WC for the frame shown in figure. So this is the given frame which is having three spans AB, BC and CD. And then the span AB is not subjected to any loads, but there is a lateral load W acting at the joint B. So there is obviously a sway possible for this frame. So the span BC is subjected to two concentrated loads W and W respectively at a distance 2 meter from B and 2 meter from C. So ഇവിടെ എന്തൊക്കെ മെക്കാനിസംസ് ആണ് പോസിബിൾ നമുക്ക് നോക്കാം. നമുക്കിവിടെ ഒരു ലാറ്ററൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കാരണം, ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കാരണം തീർച്ചയായും നമുക്ക് ഒരു സ്വേ മെക്കാനിസം പോസിബിൾ ആണ്. അതുപോലെ ഇവിടെ സ്പാൻ ബി സിയിൽ നമുക്ക് ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ബി സിയുടെ സ്പാനിൽ ലോഡ്സ് ആക്ട് ചെയ്യുന്ന കാരണം അവിടെ ഒരു ബീം മെക്കാനിസം പോസിബിൾ ആണ്. സോ ബീം മെക്കാനിസവും സ്വേ മെക്കാനിസവും ഉള്ളതുകൊണ്ട് ഒരു കമ്പൈൻഡ് മെക്കാനിസവും പോസിബിൾ ആണ്. ഇവിടെ നമുക്ക് ബീം മെക്കാനിസം നോക്കിക്കഴിഞ്ഞാൽ ബി സിയിൽ രണ്ട് കോൺസെൻട്രേറ്റഡ് ലോഡ്സ് ആക്ട് ചെയ്യുന്ന കാരണം രണ്ട് മെക്കാനിസംസ് പോസിബിൾ ആണ്. ഫസ്റ്റ് മെക്കാനിസം എന്ന് പറയുമ്പോൾ ബിയിലും സിയിലും അണ്ടർ ദ ഫസ്റ്റ് ലോഡിലും ഹിഞ്ചസ് ഫോം ആവുന്നതാണ്. സെക്കൻഡ് മെക്കാനിസം എന്ന് പറയുമ്പോൾ ബിയിലും സിയിലും അണ്ടർ ദ സെക്കൻഡ് ലോഡിലുമാണ് ഹിഞ്ചസ് ഫോം ആവുന്നത്. സോ ലെറ്റ് സീ ദീസ് ടു ബീം മെക്കാനിസംസ് വൺ ബൈ വൺ. സോ ബീം മെക്കാനിസം 1 ഇൻ ബി സി. സോ നമുക്ക് ഈ ബീം മെക്കാനിസം 1 നോക്കാം. എവിടേക്കാണ് ഹിഞ്ചസ് ഫോം ആയിട്ടുള്ളത്? ബിയിലും സിയിലും ദെൻ അണ്ടർ ദ ഫസ്റ്റ് ലോഡ് ആ പോയിന്റിലുമാണ് നമുക്കിവിടെ ഹിഞ്ചസ് ഫോം ആയിട്ടുള്ളത്. അതുപോലെ സെക്ഷൻസിലെ പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി വാല്യൂസും ഡിഫറെൻ്റ് ആണ്. ഇറ്റ് ഈസ് MP ഫോർ AB, 3 MP ഫോർ BC ആൻഡ് MP ഫോർ CD. ഇപ്പോൾ ഇവിടെ ബിയിൽ ചെറിയ വാല്യൂ MP നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ അണ്ടർ ദ ലോഡ് ഇറ്റ് ഷുഡ് ബി 3 MP ആൻഡ് അറ്റ് C the value should be MP കാരണം smaller value should be taken. So the rotation at B is theta 1, rotation at C is theta 2 and the rotation at the load point, first load point is theta 1 plus theta 2. ഇവിടെ നമുക്ക് ഫസ്റ്റ് ലോഡിൻ്റെ അണ്ടറിലുള്ള ഡിഫ്ലക്ഷൻ ഡെൽറ്റ 1 എന്നും സെക്കൻഡ് ലോഡിൻ്റെ അണ്ടറിലുള്ള ഡിഫ്ലക്ഷൻ ഡെൽറ്റ 2 എടുക്കാം. Now let's find out the relations between theta 1, theta 2, delta 1 and delta 2. So here theta 1 is equal to delta 1 by 2 and theta 1 is equal to theta 2 divided by 4, which implies delta 1 is equal to 2 theta 1 or 4 theta 2 and also theta 1 is equal to 2 theta 2. And also from the similar triangle relations we know that theta 2 divided by 2 is equal to theta 1 divided by 4 or theta 2 is equal to delta 2 divided by 2 is equal to delta 1 divided by 4 from the similar triangle relation, or delta 1 is equal to 2 delta 2 അല്ലെങ്കിൽ in terms of theta 2 ആണ് എല്ലാ ബാക്കിയുള്ള തീറ്റ 1ഉം ഡെൽറ്റ 1ഒക്കെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ 2നെ നമുക്ക് തീറ്റ 2ൻ്റെ ടേംസിലേക്ക് മാറ്റുവാണെങ്കിൽ തീറ്റ 2 ഡിവൈഡഡ് ബൈ തീറ്റ 2 is equal to delta 2 divided by 2 which implies delta 2 is equal to 2 theta 2. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ തീറ്റ 1, ഡെൽറ്റ 1, ഡെൽറ്റ 2 മൂന്നിനെയും തീറ്റ 2ൻ്റെ ടേംസിലേക്ക് മാറ്റിയിട്ടുണ്ട്. theta 1 is equal to 2 theta 2, delta 1 is equal to 4 theta 2 and delta 2 is equal to 2 theta 2. And the internal work done will be MP into theta 1 plus 3 MP into theta 1 plus theta 2 plus MP into theta 2, which is equal to external work done. External work done is nothing but WC into delta 1 plus WC into delta 2. So here WC into 4 theta 2 plus WC into 2 theta 2. Delta 1 is equal to 4 theta 2 and delta 2 is equal to 2 theta 2. So here
WC or collapse load is equal to 2 MPa. That's what we are getting from the mechanism 1 in BC. ബി മെക്കാനിസത്തിലെ ആദ്യത്തെ മെക്കാനിസം, അതായത് ബിയിലും സിയിലും ഫസ്റ്റ് ലോഡിൻ്റെ അണ്ടറിലും ഹിഞ്ചസ് ഫോം ആവുന്ന കേസിൽ നമുക്ക് കൊളാപ്സ് ലോഡിൻ്റെ വാല്യൂ കിട്ടുന്നത് 2 MPa ആണ്. സോ ലെറ്റ്സ് സീ ദ സെക്കൻഡ് ബീം മെക്കാനിസം. സെക്കൻഡ് ബീം മെക്കാനിസം എന്ന് പറയുമ്പം ബിയിലും സിയിലും പിന്നെ അതുപോലെ നമ്മുടെ സെക്കൻഡ് ലോഡ് പോയിന്റിലുമാണ് ഹിഞ്ചസ് ഫോം ആയിരിക്കുന്നത്. സോ ദ റൊട്ടേഷൻ അറ്റ് ബി ഈസ് θ1, rotation at C is θ2, and the total rotation at the load point where the hinges formed is θ1 plus θ2. So the deflection under the first load point is delta1 and the deflection under the second load point is delta2. So here the internal work done will be mp θ1 plus 3 mp into θ1 plus θ2 plus mp into θ2. അതുപോലെ നമുക്ക് ഇവിടെ θ1 θ2 delta1 delta2 ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻ വേണം. ഇവിടെ ട്രിഗണോമെട്രിക് റിലേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 4θ1 is equal to delta2, θ2 is equal to 2θ1 and delta1 is equal to 2θ1. എല്ലാത്തിനെയും നമ്മൾ θ1ൻ്റെ ടേംസിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഓർ യു ക്യാൻ ഡു ഇറ്റ് ഇൻ ദ അതർ വേ ഓൾസോ. എല്ലാം നമുക്ക് θ2ൻ്റെ ടേംസിലേക്കും മാറ്റാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ ഹിയർ the internal work done is mp θ1 plus 3 mp into θ1 plus θ2 plus mp into θ2. Here substitute θ2 is equal to 2θ1 and in the external work done substitute delta2 is equal to 4θ1 and delta1 is equal to 2θ1. നമുക്ക് external work done എന്ന് പറയുന്നത് W into delta1 plus WC into delta2 ആണ്. രണ്ട് ലോഡും WC തന്നെയാണ്. സോ WC into delta1 plus WC into delta2 അതാണ് നമ്മുടെ external work done എന്ന് പറയുന്നത്. So here delta1 is equal to 2θ1 and delta2 is equal to 4θ1. And finally WC or collapse load is equal to 2 MPa. ഈ മെക്കാനിസത്തിലും ഈ സെക്കൻഡ് ബീം മെക്കാനിസത്തിലും നമുക്ക് കൊളാപ്സ് ലോഡിൻ്റെ വാല്യൂ 2 MPa തന്നെയാണ് കിട്ടുന്നത്. Now let's see the sway mechanism. So this is the figure for the sway mechanism. ഇവിടെ എയും ഡിയും ഫിക്സ്ഡ് എൻഡ്സ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 3 ആണ് സ്ട്രക്ചറിൻ്റെ. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി പ്ലസ് 1. 4 നമ്പർ ഓഫ് ഹിഞ്ചസ് ആർ റിക്വയർഡ് ഫോർ എ കൊളാപ്സ് മെക്കാനിസം. അപ്പോൾ എയിലും ബിയിലും സിയിലും ഡിയിലുമാണ് നമുക്ക് ഹിഞ്ചസ് ഫോം ആയിട്ടുള്ളത്. ആൻഡ് ഈ 4 പോയിൻറ്റ്സിലും നമ്മുടെ പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് MP തന്നെയാണ്. ഈവൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ സെക്ഷൻ ഫോർ BC. നമുക്ക് സ്മോളർ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ MP തന്നെയാണ് എല്ലാ പോയിൻറ്റ്സിലുമുള്ള പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി. സോ ദ ഇൻറ്റേർണൽ വർക്ക് ഡൺ വിൽ ബി mp θ1 plus mp θ plus mp θ plus mp θ plus mp θ. 4 mp θ, that is the internal work done, and the external work done will be WC into 3θ. So delta ആണ് നമ്മുടെ sway എന്ന് പറയുന്നത്. So theta is equal to delta divided by 3, which implies delta is equal to 3θ. So അങ്ങനെയാണെങ്കിൽ WC into 3θ ആണ് നമ്മുടെ external work done, from which WC is equal to 1.33 MPa. കൊളാപ്സ് ലോഡിൻ്റെ വാല്യൂ നമുക്ക് സ്വേ മെക്കാനിസത്തിൽ നിന്ന് കിട്ടുന്നത് 1.33 MPa ആണ്. അടുത്തതായിട്ട് നമുക്ക് കമ്പൈൻഡ് മെക്കാനിസമാണ്. നമുക്ക് 2 ബീം മെക്കാനിസം ഉണ്ടായിരുന്നു BCക്ക്, അതുകൊണ്ട് തന്നെ നമുക്ക് 2 കമ്പൈൻഡ് മെക്കാനിസം ഉണ്ടാവും. സ്വേ മെക്കാനിസത്തിൻ്റെ കൂടെ ആദ്യത്തെ ബീം മെക്കാനിസം കമ്പൈൻ ചെയ്യുന്നതാണ് കമ്പൈൻഡ് മെക്കാനിസം 1. സ്വേ മെക്കാനിസത്തിൻ്റെ കൂടെ രണ്ടാമത്തെ ബീം മെക്കാനിസം കമ്പൈൻ ചെയ്തതാണ് കമ്പൈൻഡ് മെക്കാനിസം 2. സോ ഹിയർ ദിസ് ഇസ് ഫസ്റ്റ് കമ്പൈൻഡ് മെക്കാനിസം. സോ ഹിയർ യു ഹാവ് ടു ഹാവ് 4 നമ്പർ ഓഫ് പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോർ എ മെക്കാനിസം. 4 ആണ് നമ്മുടെ നമ്പർ ഓഫ് ഹിഞ്ചസ് റിക്വയർഡ് ഫോർ എ കൊളാപ്സ് മെക്കാനിസം, കാരണം സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 3 ആണ്. സോ നമ്മളിവിടെ എയിലും
സിയിലും ഡിയിലും അണ്ടർ ദ ഫസ്റ്റ് ലോഡിലുമാണ് നമ്മൾ ഹിഞ്ചസ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ റൈറ്റ് ഡൗൺ ദ plastic moment capacity values also. For A it is MP, under the load it is 3 MP, at C it is MP, and at D it is MP. Now the rotations. Rotation at A is theta 1, rotation at B is again theta 1 but no hinges formed. At C it is theta 1 plus theta 2, and at D it is theta 1. So using trigonometric relations we have to write down theta 1, theta 2, delta 1 and delta 2 relations. Yeah, here we have one more delta. Due to sway it is taken as delta 3. ഇവിടെ sway കൊണ്ടുള്ളത് delta 3 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ലോഡിൻ്റെ അണ്ടറിലുള്ളത് ഡെൽറ്റ 1ഉം സെക്കൻഡ് ലോഡിൻ്റെ അണ്ടറിലുള്ളത് ഡെൽറ്റ 2ഉം ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ തീറ്റ 1 is equal to delta 3 divided by 3 or delta 3 is equal to 3 theta 1. Here theta 1 is equal to delta 3 divided by 3. So delta 3 is equal to 3 theta 1. In this triangle theta 1 is equal to delta 1 divided by 2 or delta 1 is equal to 2 theta 1. And in this triangle theta 2 is equal to delta 2 divided by 2. So delta 2 is equal to 2 theta 2. Also here as theta 2 is equal to delta 1 divided by 4. Theta 2 is equal to delta 1 divided by 4 and delta 1 is equal to 4 theta 2. So 4 theta 2 is equal to 2 theta 1. ആൻഡ് എല്ലാ റിലേഷൻസും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് തീറ്റ 2ൻ്റെ ടേംസിലേക്കാണ് ഇവിടെ മാറ്റിയിട്ടുള്ളത്. ഡെൽറ്റ 1 is equal to 4 theta 2, തീറ്റ 1 is equal to 2 theta 2, delta 2 is equal to 2 theta 2 and delta 3 is equal to 6 theta 2. So here the internal work done is MP into theta 1 plus 3 MP into theta 1 plus theta 2 plus MP into theta 1 plus theta 2 plus MP into theta 1. That is the total internal work done, which will be equal to WC into delta 3 plus WC into delta 1 plus WC into delta 2. എല്ലാ ലോഡും W തന്നെയാണ്. സോ W is equal to WC ആയത് കാരണം എല്ലാ എക്സ്റ്റേണൽ വർക്ക് ഡണ്ണും WC കൊണ്ടുള്ളതാണ്. സോ WC into delta 1 plus WC into delta 2 plus WC into delta 3. അപ്പോൾ ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 അതുപോലെ തീറ്റ 2, തീറ്റ 1 ഇതിനെയൊക്കെ നമ്മൾ തീറ്റ 2ൻ്റെ ടേംസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഫൈനലി തീറ്റ 2 will get cancelled and WC will be equal to 1.33 MP from the combined mechanism 1. കമ്പൈൻഡ് മെക്കാനിസം 1ൽ നമുക്ക് കിട്ടുന്ന കൊളാപ്സ് ലോഡിൻ്റെ വാല്യൂ 1.33 MP. Now let's see the combined mechanism 2. കമ്പൈൻഡ് മെക്കാനിസം 2 എന്ന് പറയുമ്പോൾ നമുക്ക് ഹിഞ്ച് ഫോം ആയിരിക്കുന്നത് സെക്കൻഡ് ലോഡിൻ്റെ അണ്ടറിലാണ്. ബാക്കിയൊക്കെ കഴിഞ്ഞ മെക്കാനിസത്തിലുള്ള പോലെ A, C and D ഈ 3 പോയിൻറ്റ്സിലും പിന്നെ the fourth hinge under the second load പോയിൻറ്റിലും. Delta 3 is the sway, delta 1 is the deflection under the first load and delta 2 is the deflection under the second load. Here theta 1 is the rotation at A, theta 1 is the rotation at B and at C the rotation is theta 2. Under the load the total rotation is theta 1 plus theta 2 and at D the rotation is theta 1. So using trigonometric relations we can find that delta 2 is equal to 2 theta 2, theta 2 is equal to 2 theta 1, delta 1 is equal to 2 theta 1 and delta 3 is equal to 3 theta 1. എല്ലാം നമ്മൾ തീറ്റ 1ൻ്റെ ടേംസിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. തീറ്റ 2 is equal to 2 theta 1, delta 1 is equal to 2 theta 1, delta 2 is equal to 4 theta 1 and delta 3 is equal to 3 theta 1. സിമ്പിൾ ട്രിഗ്നോമെട്രിക് റിലേഷൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്.
Now the internal work done will be mp theta 1 plus 3mp into theta 1 plus theta 2 plus mp into theta 1 plus theta 2 plus mp into theta 1 which is equal to external work done. External work done എന്ന് പറയുമ്പോൾ എല്ലാ ലോഡ്സും W തന്നെയാണ് അല്ലെങ്കിൽ WC തന്നെയാണ്. സോ WC into delta 1 plus WC into delta 2 plus WC into delta 3. That is the total external work done. So if we substitute all these values, delta 1, delta 2, delta 3, ഇത് theta 3 അല്ല delta 3 ആണ്. അപ്പം delta 1, delta 2, delta 3ൻ്റെ വാല്യൂസ് theta 1ൻ്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ theta 2 is equal to 2 theta 1 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ WC is equal to 1.556 MT. അതാണ് നമുക്ക് കിട്ടുന്നത് WC കൊളാപ്സ് ലോഡിൻ്റെ വാല്യൂ ഫ്രം ദ കമ്പൈൻഡ് മെക്കാനിസം 2. അപ്പോൾ നമുക്കിവിടെ 5 മെക്കാനിസംസ് ഉണ്ടായിരുന്നു. 2 ബീം മെക്കാനിസം, ഒരു സ്വേ മെക്കാനിസം, 2 കമ്പൈൻഡ് മെക്കാനിസം. സോ ഔട്ട് ഓഫ് ഓൾ ദ മെക്കാനിസംസ് നമുക്ക് കിട്ടിയ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഫോർ കൊളാപ്സ് ലോഡ് ഇസ് 1.33 MT. സോ that is the actual value of collapse load for this problem.